ഇപ്പോൾ മുഹമ്മദ് എന്ന പ്രേക്ഷകനുണ്ട് ബഹ്റൈനിൽ നിന്ന്. മുഹമ്മദ് പറഞ്ഞോളൂ. ഹലോ മുഹമ്മദ്, കേൾക്കാം, പറഞ്ഞോളൂ. കേരളത്തില് ജനങ്ങള് വർഗീയതക്കെതിരായിട്ടാണ് വിധി എഴുതിയത്. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾ നയിക്കുന്ന ഒരു ഗവൺമെന്റില് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. റൈറ്റ്, വളരെയധികം നന്ദി മുഹമ്മദ് പ്രതികരിച്ചതിന്. ശ്രീ CP അഖിൽചന്ദ്രൻ, ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ V മുരളീധരൻ പത്രസമ്മേളനം വിളിച്ചു വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇന്ന് രാജഗോപാൽ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകില്ല എന്ന്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ ഒരു സംസ്ഥാന പ്രസിഡന്റ് പറയേണ്ട കാര്യമായിരുന്നു അത്. ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ അതാത് സംസ്ഥാന കമ്മിറ്റികൾക്ക് ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയും. അതിന് പോലും ശ്രമിക്കാതെ ഫലം വന്ന ഉടൻ തന്നെ കേരളത്തിന് മന്ത്രിസ്ഥാനം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകൾ. ആ രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇവിടെ മുമ്പ് പറഞ്ഞ ചില ആൾക്കാരുടെ വാക്കുകൾക്ക് എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ O രാജഗോപാലിന്റെ വാക്കുകളെ തീർത്തും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയിലാണ് ചർച്ച പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതീക്ഷയും പ്രത്യാശയുമാണ് മോഡിയുടെയും BJPയുടെയും സർക്കാരോട് ഉയർത്തുന്നത്. ഒരു വർഗീയതയുടെയോ ഒരു സാമുദായികതത്തിന്റെയോ പേര് പറഞ്ഞിട്ടല്ല, മറിച്ച് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് മോഡി വോട്ട് നേടിയത്. അത് ഈ ഭാരതത്തിലെ മുഴുവൻ മതവിഭാഗങ്ങളുടെയും വോട്ട് മോഡി സർക്കാരിനുണ്ട്. അപ്പോ ഇതിൽ വർഗീയത കൂട്ടിക്കലർത്തുന്നതിൽ കാര്യമില്ല. പിന്നെ രാജഗോപാൽ കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അറിയുന്നതാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാരുകളുടെ പോലും പൾസ് ഇവിടെ രാജേട്ടൻ ജയിക്കണം. വ്യക്തമാണ്. ഇപ്പോൾ ദേവൻ എന്ന പ്രേക്ഷകനുണ്ട്, സമയപരിമിതിയുണ്ട്. ശ്രീ അഖിൽചന്ദ്രൻ, ദേവൻ എന്ന പ്രേക്ഷകനുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ദേവൻ പറഞ്ഞോളൂ. ഹലോ ദേവൻ, കേൾക്കാം. ശ്രീ രാജഗോപാൽ പറഞ്ഞതിനോട് യോജിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം കേരളം BJPയോട് കാണിച്ച ഒരു രീതി, അല്ലെങ്കിൽ മോദി മന്ത്രിസഭയോട് കാണിച്ച ഒരു രീതി വളരെ വളരെ തെറ്റാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി ദേവൻ ഈ അവസരത്തിൽ പ്രതികരണം അറിയിച്ചതിന്. വളരെയധികം നന്ദി ശ്രീ അബൂബക്കർ അരിമ്പ്ര, CP അഖിൽചന്ദ്രൻ, പ്രദോഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രതികരണം അറിയിച്ച പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർത്തിയാകുന്നു. ശുഭരാത്രി.